കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് വിതരണക്കാരുടെ സമരം തുടരുന്നതിനാൽ ഡയാലിസിസിനെത്തുന്ന രോഗികൾ വലഞ്ഞു. ഡയാലിസിസ് നടത്തണമെങ്കിലും മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങി നൽകേണ്ട അവസ്ഥയാണ്. മലബാറിലെ തന്നെ പ്രധാന ആശുപത്രിയായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണക്കാരുടെ സമരം 7ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരം കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജിക്കൽ വസ്തുക്കൾക്കും മരുന്നിനും ക്ഷാമം രൂക്ഷമാവാൻ തുടങ്ങുകയും ഡയാലിസിസ് മുടങ്ങുകയും ചെയ്തു. ഇനി ഡയാലിസിസ് നടക്കണമെങ്കിൽ ആവശ്യമായ സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് വാങ്ങി നൽകേണ്ട അവസ്ഥയാണ്. ഇത്തരം പ്രതിസന്ധികളിൽ രോഗികൾ വലയുമ്പോഴും ആരോഗ്യവകുപ്പ് ഇടപെട്ട് വേണ്ട നടപടികളൊന്നും സ്വീകരിക്കാത്തത് രോഗികളെ ദുരിതത്തിലാഴ്ത്തി. കുടിശ്ശികയായ 75 കോടി രൂപ ലഭിക്കാത്തതിനെ തുടർന്നാണ് വിതരണക്കാർ മരുന്നും സർജിക്കൽ വസ്തുക്കളും നൽകുന്നത് നിർത്തിവെച്ചത്. വിവിധ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഇംപ്ലാന്റുകളും ആശുപത്രിയിലില്ല. മരുന്നുക്ഷാമവും രൂക്ഷമാണ്. ഫണ്ടില്ലെന്ന മറുപടിക്കപ്പുറം ആശുപത്രിയും ആരോഗ്യവകുപ്പും ബദൽ മാർഗങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇതുവരെയും പണം ലഭിക്കാത്തതിനാൽ സമരം സംസ്ഥാന വ്യാപകമാക്കാനുള്ള നീക്കത്തിലാണ് വിതരണക്കാരുടെ സംഘടന. ജയ്ഹിന്ദ് ന്യൂസ്, കോഴിക്കോട്.